ഗോകുൽപൂർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടുത്തെ ഗ്രാമവാസികൾ പിന്നോക്കക്കാരായി ജീവിച്ചിരിക്കുകയായിരുന്നു. എവിടെയൊക്കെ ഓരോ ഗ്രാമവും നഗരമായി മാറിക്കൊണ്ടിരിക്കുന്നുവോ അവിടെയുള്ള ഒരു ഗവൺമെന്റും ഗോകുൽപൂർ ഗ്രാമത്തിന് വേണ്ടി യാതൊരു കാര്യവും ചെയ്തില്ല. നല്ല ഒരു റോഡുമില്ല, ട്രെയിൻ ഗതാഗത സൗകര്യം പോലും ഇല്ല. ആ ഗ്രാമത്തിൽ സഞ്ജയ് എന്നു പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മീന ഗർഭിണിയായി അവിടെ ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ ഹോസ്പിറ്റൽ ഇല്ലാത്തതിന്റെ കാരണം സഞ്ജയ് മീനയെ കുട്ടിയെ എപ്പോഴും തന്റെ കാളവണ്ടിയിൽ അടുത്ത ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവേണ്ടിയിരുന്നു. അത് മീനയ്ക്ക് ഒരുപാട് കഷ്ടമായിരുന്നു. മീന, ഇക്കാലത്ത് മാട്ടുവണ്ടിയിൽ പോകുന്നതും വരുന്നതും ഒരുപാട് കഷ്ടമാണല്ലോ. നമ്മുടെ ഈ ഗ്രാമത്തിൽ ട്രെയിൻ ഗതാഗതം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് പോകാൻ എന്ത് എളുപ്പമായിരുന്നു. പക്ഷേ യാതൊരു സർക്കാരും നമ്മുടെ ഗ്രാമത്തിനെ നോക്കുകയേയില്ല. ഞാന് ഗവൺമെന്റിന് ഇക്കാര്യം പറഞ്ഞ് ഒരുപാട് കത്തെഴുതി. പക്ഷെ സർക്കാർ ഇതുവരെ ഒരു തിരിച്ചു കത്തും തന്നിട്ടില്ല. ഇന്ന് ഗ്രാമത്തിൽ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു ചർച്ച ചെയ്യാൻ പോണ്. നീ ഉറങ്ങിക്കോ, ഞാൻ വൈകണ മുമ്പേ തിരിച്ചെത്താം. സർക്കാർ നമ്മുടെ ഗ്രാമത്തിലേക്ക് മര്യാദയ്ക്ക് ഒരു റോഡ് പോലും ഇട്ട് തരുന്നില്ല, പിന്നെ ട്രെയിനും ഇട്ട് തരുന്നില്ല. സർക്കാരിന് നമ്മൾ ഇത്ര കത്തെഴുതിയതിനു ശേഷവും ഒരു തിരിച്ചു കത്തൊന്നും വന്നിട്ടില്ലല്ലോ. അതേ ഗ്രാമത്തിൽ തന്നെ രമേശ് എന്നു പേരുള്ള ഒരു ഗ്രാമവാസിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഗ്രാമത്തലവനാവാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇതൊന്നും ഒരു പ്രശ്നവുമില്ല തലവരെ. നമ്മൾ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് മാട്ടുവണ്ടിയിലും പോവാലോ. നമുക്ക് ട്രെയിനിനും റോഡിനും ഒരു ആവശ്യവുമില്ല. അല്ല, അങ്ങനെയല്ല തലവരെ. എന്റെ ഭാര്യ മീന ഗർഭവതിയാണ്. ഹോസ്പിറ്റലോ മറ്റൊരു ഗ്രാമത്തിലാണ്. അവിടെ പോവാനോ ഞങ്ങൾ മല കാടൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ. അത് ഒരുപാട് കഷ്ടമായിരിക്കുന്നു. അതുമാത്രമല്ലാതെ കുറെ പ്രശ്നങ്ങളും ഉണ്ട്. നിന്റെ മാട്ടുവണ്ടിയാണ് പ്രശ്നമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നിനക്ക് കുറെ പ്രശ്നങ്ങൾ വരുന്നത്. അല്ല രമേശ്, സഞ്ജയ് ശരിയാണ് പറഞ്ഞത്. ആ മലക്കാടുകളുടെ ഇടയ്ക്ക് പോവാൻ ഗ്രാമജനങ്ങൾക്ക് ഒരുപാട് കഷ്ടമായിരിക്കുന്നു. ഗ്രാമത്തലവൻ സഞ്ജയെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് രമേശ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ സഞ്ജയ് സാറേ, നിങ്ങൾ ഇതും കൂടി ഒന്ന് പറഞ്ഞേക്ക്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെയാ രക്ഷപ്പെടാൻ പറ്റുക? നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് സർക്കാരിന് കത്തെഴുതണം. അപ്പൊ അവര് നമ്മുടെ കത്തിന് തിരിച്ചു മറുപടി കൊടുത്തല്ലേ പറ്റൂ. കത്ത് നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നോ? നമ്മളെ ഇതിനു മുമ്പ് തന്നെ കത്ത് കുറെ കൊടുത്തതല്ലേ. അവര് ഒരു മറുപടിയും തന്നില്ല. എനിക്കെന്താ തോന്നുന്നു വെച്ചാ അവര് നമ്മുടെ കത്തെല്ലാം വെച്ചുകൊണ്ട് അവര് കടയിലിട്ടുകൊണ്ട് പൈസ ഉണ്ടാക്കാണ് തോന്നുന്നു. ശരിയല്ലേ? പറയണെങ്കി ഇതു സത്യാണ് സഞ്ജയ്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ എത്ര കത്താ എഴുതി കൊടുക്കുന്നേ. ഇപ്പൊ വരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ഇത് കേട്ടതും സഞ്ജയ്ക്ക് ഒരുപാട് ദുഃഖം തോന്നി. കുറച്ചു സമയത്തിനുള്ളിൽ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. സഞ്ജയ് തന്റെ വീട്ടിലേക്ക് എത്തിയതും അദ്ദേഹത്തിന്റെ ഭാര്യ എന്തു പറഞ്ഞെന്നോ? അല്ല, ഒന്നിങ്ങോട്ട് നോക്കൂ, എന്റെ മരുന്നുകളെല്ലാം തീർന്നു പോയി. ഞാനിപ്പോൾ മരുന്ന് കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ആ മരുന്നുകൾ ഈ ഗ്രാമത്തിൽ എവിടെയും കിട്ടില്ല. നീ വിശ്രമിക്കും മീണ. ഞാൻ ഇപ്പൊ തന്നെ എന്റെ മാട്ടുവണ്ടി കൊണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് ചെന്ന് മരുന്ന് മേടിച്ചു കൊണ്ടുവരാം. സഞ്ജയ് ഉടനെ തന്നെ തന്റെ കാളവണ്ടിയിൽ കയറി മറ്റൊരു ഗ്രാമത്തിനെ ലക്ഷ്യമാക്കി യാത്രയായി. കുറച്ചകലെയായി ഒരു വൃദ്ധനായ മനുഷ്യൻ നടന്നു പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ പൈപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വടിയും ഉണ്ടായിരുന്നു. ആ വൃദ്ധനായ മനുഷ്യൻ മലമ്പാത വഴി അടുത്ത ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. സഞ്ജയ് അവരെ കണ്ട് എന്തു പറഞ്ഞെന്നോ? മുത്തശ്ശ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? വരൂ, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. ഇവിടുന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് കുറെ ദൂരമുണ്ട്. വരൂ, ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കാം. ഇവിടെ നോക്കൂ കുട്ടാ, എനിക്ക് തരാനായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു കുഴപ്പമില്ല മുത്തശ്ശ, എനിക്ക് അതൊന്നും വേണ്ട. വരൂ, എന്റെ കാളവണ്ടിയിൽ കയറിയിരിക്കൂ. ആ വൃദ്ധനായ മനുഷ്യൻ സഞ്ജയുടെ കാളവണ്ടിയിലേക്ക് കയറി. സഞ്ജയിന്റെ ദുഃഖഭരിതമായ മുഖം കണ്ട് ആ വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറ്റി മോനെ? നിന്റെ മുഖം കണ്ട വിഷമത്തിലാണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾക്ക് എന്താന്നാ പറയുന്നത് മുത്തശ്ശ? എന്റെ ഗ്രാമത്തിൽ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. എന്റെ ഗ്രാമത്തിൽ ഒരു ഹോസ്പിറ്റലും ഇല്ല. ബുദ്ധിമുട്ട് വന്നാൽ എവിടേക്കും പോകാൻ വഴിയില്ല. ഞങ്ങൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും അടുത്തുള്ള ഗ്രാമത്തിലേക്ക് വേണം പോവാൻ. അത് ഒരുപാട് കഷ്ടമായിരിക്കുന്നു. എന്റെ ഗ്രാമത്തിലേക്ക് തീവണ്ടി വേണം പറഞ്ഞ് എത്രയോ കത്തെഴുതിയതാണ്. പക്ഷെ സർക്കാർ തിരിച്ചു ഒരു കത്ത് പോലും തന്നില്ല. അക്കാര്യം മാത്രമല്ല, എനിക്കൊരു നല്ല പേടിയുണ്ട്. എന്റെ ഭാര്യ ഗർഭവതിയാണ്. അവളെ വിളിച്ചുകൊണ്ട് മാസം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരണം. അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. ഒരുപക്ഷെ എന്റെ ഗ്രാമത്തിലേക്ക് തീവണ്ടി വന്നാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. സഞ്ജയ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച ആ വൃദ്ധനോട് പറഞ്ഞു. കുറച്ചു സമയത്തിനുള്ളിൽ
അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഇറങ്ങിയ ഉടനെ ആ വൃദ്ധൻ സഞ്ജയോട് പറഞ്ഞു, ഇവിടെ നോക്കു മോനെ, എനിക്ക് നിനക്ക് തരാനായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ നീ എന്റെ ഈ പൈപ്പ് തടി വെച്ചേക്ക്. ഇത് സാധാരണ വടിയൊന്നുമല്ല. ഈ പൈപ്പ് എനിക്ക് ഒരു മഹർഷി എന്നെ ഇഷ്ടപ്പെട്ട് ഇതെനിക്ക് തന്നതാണ്. ഈ പൈപ്പ് നീ സ്ഥലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നിനക്ക് മറ്റേ ദിവസം തന്നെ കുറെ പൈപ്പുകൾ കൊടുക്കും. ഇത് വെച്ച് നിനക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നീ ചെയ്യാം. പിന്നെ ഇത് നിന്റെ ഗ്രാമത്തിനെയും രക്ഷിക്കും. ഇത് കേട്ട സഞ്ജയ്ക്ക് അത് വിശ്വാസമേ ആയില്ല. എങ്കിലും സഞ്ജയ് ആ പൈപ്പ് വാങ്ങി. അതിനുശേഷം രണ്ടുപേരും രണ്ടു വഴികളിലേക്കായി തിരിഞ്ഞു. സഞ്ജയ് മരുന്നും വാങ്ങി തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. വീട്ടിലെത്തി അവൻ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇന്നാ മീന മരുന്ന് കഴിക്കി. സഞ്ജയുടെ കയ്യിലുള്ള പൈപ്പ് കണ്ട് മീന എന്തു പറഞ്ഞെന്നോ? അല്ല, നിങ്ങളുടെ കയ്യിൽ ഇത് എന്തു പൈപ്പാണ്? ഈ പൈപ്പ് എനിക്കൊരു മുത്തശ്ശനാണ് തന്നത്. സഞ്ജയ് തന്റെ ഭാര്യ മീനയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതായത് അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ മീന പറഞ്ഞു, നിങ്ങൾ ഈ പൈപ്പ് ഇന്ന് തന്നെ മണ്ണിൽ പൊതിഞ്ഞു വെക്കണം. ഈ പൈപ്പില് മന്ത്രമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്കും അറിയില്ല. പക്ഷേ കാര്യം സത്യമാണെങ്കിൽ ഈ ഗ്രാമത്തിൽ സന്തോഷം ലഭിക്കുമല്ലേ? ഇത് കേട്ട് സഞ്ജയ് ആ പൈപ്പ് മണ്ണിലേക്ക് ഇറക്കി വെച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അവിടെ പുതിയൊരു മരമുണ്ടായി. അതിൽ നിറയെ പൈപ്പുകൾ തൂങ്ങിക്കിടന്നു. അത് കണ്ട് സഞ്ജയ് അത്ഭുത പരതന്ത്രനായി നിന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് ശരിക്കും ഒരു മായ പൈപ്പ് തന്നെയാ. ഞാൻ ഇപ്പൊ തന്നെ ചേർന്ന് തലവരനെയും ജനങ്ങളെയും വിളിച്ചുകൊണ്ട് വരാൻ പോവാണ്. സഞ്ജയ് ഗ്രാമത്തലവനെയും മറ്റു ഗ്രാമവാസികളെയും വിളിച്ചു വരുത്തി. എന്നിട്ട് നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. അപ്പോൾ ഗ്രാമത്തലവൻ എന്തു പറഞ്ഞെന്നു? ഇതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത്ര പൈപ്പ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഇതൊന്നും സാധാരണ പൈപ്പല്ല. ഈ പൈപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് തന്നെയായിട്ട് മാറും. പക്ഷേ നമ്മൾ ഈ പൈപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളെല്ലാവരും ഈ പൈപ്പ് കൊണ്ട് ഒരു തീവണ്ടി ഉണ്ടാക്കാം. അത് മറ്റേ ഗ്രാമത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. അത് കേട്ടതും എല്ലാ ഗ്രാമവാസികൾക്കും സന്തോഷമായി. അവർ ഉടനെ ട്രെയിൻ ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ ആ ട്രെയിൻ റെഡിയായി. അടിപൊളി. ഈ ട്രെയിൻ വന്നതിന് ശേഷം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമല്ലോ. സാധനങ്ങൾ വാങ്ങിക്കുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം തീരുമല്ലോ. പിന്നെ ഈ ഗ്രാമവും നന്നായിട്ട് ഫേമസ് ആവും. ശരിയാണ് തലവരെ. ഇതെല്ലാം കണ്ട് രമേശിന് യാതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവൻ പരിഹസിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നോ? ഇവിടെ നോക്ക്, പൈപ്പ് വെച്ചിട്ടാ ട്രെയിൻ ചെയ്തിരിക്കുന്നേ. നിങ്ങള് പൈപ്പ് ട്രെയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതാദ്യം ഓടണല്ലോ. നമുക്ക് എല്ലാവർക്കും ചെന്നിരിക്കാം. അപ്പൊ അറിയാമല്ലോ രമേശേ. സഞ്ജയ് ഗ്രാമത്തിലെ ജനങ്ങളെ എല്ലാവരെയും നോക്കി എന്തു പറഞ്ഞെന്നോ? എല്ലാവരും വരൂ, നമുക്ക് ചെന്ന് ഇപ്പൊ ട്രെയിനിലിരിക്കാം. അതിനു മറുപടിയായി രമേശ് പറഞ്ഞു, അല്ല അല്ല അല്ല, ഞാൻ ഈ ട്രെയിനിലൊന്നും ഇരിക്കില്ല. ഈ ട്രെയിൻ എവിടെയാ ഓടുന്നേ? ഒരുപക്ഷെ ഇത് പൊട്ടി നമ്മുടെ മേലെ തന്നെ വീണാലോ? രമേശ് ജനങ്ങളെ ഭയപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികളിൽ ചിലർ ട്രെയിനിൽ ആദ്യമായി കയറി ഇരിക്കുകയില്ല എന്ന് പറഞ്ഞു. അല്ല അല്ല, ഞാനും ഇതിലൊന്നും ഇരിക്കില്ല. അതെ, ഞാനും ഈ ട്രെയിനിൽ ഇരിക്കില്ല. ഒരുപക്ഷം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ഇതെല്ലാം കേട്ട് ഗ്രാമത്തലവന് രമേശിനോട് കോപം തോന്നി. ഒരുപക്ഷെ നിനക്കിരിക്കണ്ടെങ്കിൽ നീ ഇരിക്കണ്ട. ഗ്രാമത്തിൽ ജനങ്ങളെ പേടിപ്പിച്ച് നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? എപ്പോ നോക്കിയാലും ജനങ്ങളെടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഈ ഗ്രാമത്തിന്റെ ജനങ്ങളെ വേണ്ടി നല്ലത് ആലോചിക്കേ. കുഴപ്പമില്ല, വിട് തലവരെ. നമുക്ക് ട്രെയിനിൽ ചെന്നിരിക്കാം. നമുക്ക് നോക്കാം ഈ രമേശ് പറയുന്നത് ശരിയാണോ അല്ലേ. ഗ്രാമവാസികളെല്ലാം ട്രെയിനിൽ കയറി ഇരുന്നതും ട്രെയിൻ അവിടെ നിന്ന് യാത്രയാവാൻ തുടങ്ങി. ഗ്രാമവാസികൾക്കെല്ലാം വളരെയധികം സന്തോഷമായി. അതിനുശേഷം എല്ലാ ഗ്രാമവാസികളും ട്രെയിൻ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി രമേശിന് ദേഷ്യം വന്നു. ഈ ട്രെയിൻ എപ്പോ വന്നോ അപ്പൊ തൊട്ട് ഗ്രാമത്തിലെ ജനങ്ങള് തലവനെയും സഞ്ജയനെയും ആണ് പൊഴുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ സംഭവിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് എപ്പോഴും ഈ ഗ്രാമത്തിന്റെ തലവരായിട്ട് മാറാൻ സാധിക്കില്ല. രമേശ് ഗ്രാമത്തിലെ മറ്റു ചില ജനങ്ങളെ ഒന്നിച്ചു ചേർത്തു. എന്നിട്ട് അവരോട് എന്തു പറഞ്ഞെന്നോ? ഇനി ഏതൊരവസ്ഥയിലും ഈ ട്രെയിൻ ഈ ഗ്രാമത്തിലേക്ക് ഓടാൻ പാടില്ല, മനസ്സിലായോ? ഇന്ന് രാത്രിയാണ് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ആ മായ പൈപ്പ് ട്രെയിനിന് എണ്ണ ഒഴിച്ച് കത്തിച്ചു കളയണം. എന്നിട്ട് ഞാൻ ഗ്രാമത്തിന്റെ തലവരായതിനു ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജോലി ഇട്ടു തരും. ഇത് കേട്ടതും മറ്റുള്ളവർ എല്ലാവരും രമേശ് പറഞ്ഞത് കേട്ടു.
അങ്ങനെ രാത്രി സമയമായി. രമേശും മറ്റുള്ള ആളുകളും കയ്യിൽ എണ്ണയുമായി ട്രെയിനിനുള്ളിലേക്ക് കയറി. അപ്പോൾ രമേശ് പറഞ്ഞു, വലുതായിട്ട് പൈപ്പ് ട്രെയിൻ എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടെ അതിന്റെ കഥ ഞാൻ അവസാനിച്ചിരിക്കും. പക്ഷേ രമേശും അവന്റെ കൂട്ടാളികളും ആ ട്രെയിൻ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ ട്രെയിനിലുണ്ടായിരുന്ന എല്ലാ പൈപ്പുകളും മന്ത്രവിദ്യ കൊണ്ട് പുറത്തേക്ക് വന്ന് ആ ദുഷ്ടന്മാരെയെല്ലാം അടിക്കാൻ തുടങ്ങി. ചേട്ടാ, എന്തായി നടക്കുന്നേ? ഇത് സാധ്യമല്ല, ഇത് സംഭവിക്കാൻ പാടില്ല. അതിനുശേഷം ആ ട്രെയിനിനുള്ളിൽ ഒരു ജയിലുണ്ടാക്കി അതിനുള്ളിൽ അവരെ അടച്ചു. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ സഞ്ജയും ഗ്രാമത്തലവനും ട്രെയിനിനുള്ളിലേക്ക് കയറി. രമേശ് തടവുകാരനായി നിന്നത് കണ്ടു. ചേട്ടാ, ഇതെന്താണ്? നീയും ഇവരെല്ലാവരും ഇവിടെ എന്താ ചെയ്യുന്നേ? എനിക്ക് മനസ്സിലായി തലവരെ, ഇവരുടെ എല്ലാവരുടെ കയ്യിലും എണ്ണയുണ്ട്. തീർച്ചയായിട്ടും ഇവരെല്ലാവരും കൂടി ട്രെയിനെ കത്തിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അപ്പോൾ ഗ്രാമത്തലവൻ രമേശിനോട് എന്ത് ചോദിച്ചെന്നു? സഞ്ജയ് പറഞ്ഞത് ശരിയാണോ രമേശേ? അല്ല, ഇത് സത്യമൊന്നുമല്ല. ഞാൻ ഈ ട്രെയിനിന്റെ അകത്ത് ഇരിക്കാനാണ് വന്നത്. രമേശ് അങ്ങനെയൊരു കള്ളത്തരം പറഞ്ഞ ഉടനെ തന്നെ അവിടെയുണ്ടായിരുന്ന ഒരു പൈപ്പ് രമേശിന്റെ തലയിൽ വന്നിടിച്ചു. അല്ല, ഇത് സത്യമല്ല. അല്ലെങ്കിൽ ഈ മായ പൈപ്പ് ട്രെയിന് ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്നെ ക്ഷമിച്ചേക്ക് തലവരെ. പിന്നെ സഞ്ജയ്, ഞാൻ അസുഖ കൊണ്ട് പൊട്ടനായിരിക്കാണ്. ഈ ട്രെയിന് കത്തിക്കാൻ വേണ്ടിയാ വന്നത്. ഞാൻ ചെയ്ത കാര്യോർത്ത് എനിക്കെന്നെ വിഷമം വരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കില്ല. ഇത് കേട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ ഉച്ചത്തിൽ അവരോട് പറഞ്ഞു, ഇവനെ ഗ്രാമത്തുനിന്ന് പുറത്താക്കൂ. രമേശേ, നീ ഇപ്പൊ തന്നെ ഈ ഗ്രാമത്തുനിന്ന് പുറത്തു പോണം കേട്ടോ. തലവരെ, ഞാൻ എന്താ പറയുന്നത് വെച്ചാ, നമുക്ക് രമേശിന് ഒരു അവസരം കൂടി കൊടുക്കാമല്ലോ. അവൻ ചെയ്യുന്നത് ഓർത്ത് അവൻ വിഷമിക്കുകയാണ്. ഇത് കേട്ടതും ഗ്രാമത്തലവൻ എന്തു പറഞ്ഞെന്നോ? ഇപ്പൊ നീ തന്നെ പറയണോണ്ട് രമേശിന് നമുക്ക് ഒരു അവസരം കൂടി കൊടുക്കാം. സൂക്ഷിച്ചിരുന്നു രമേശ്, ഒരുപക്ഷെ ഇതുപോലെ തെറ്റ് നീ ഒരു തവണ ആവർത്തിച്ചാൽ നിന്നെ ഈ ഗ്രാമത്ത് വിട്ടെന്ന് ഒറ്റ പോക്കിൽ തന്നെ പറഞ്ഞു വിടും ഞങ്ങളെല്ലാവരും. ഗ്രാമത്തലവൻ പറഞ്ഞത് കേട്ട് രമേശ് അവിടെയുള്ള ഓരോരുത്തരോടും മാപ്പപേക്ഷിച്ചു. നിനക്ക് ഒരുപാട് നന്ദി സഞ്ജയ്. അതൊന്നും ഒന്നും വേണ്ട രമേശേ, നീ ചെയ്യണെ കുറിച്ച് വിഷമിക്കണല്ലോ. അത് ഓർത്തന്നെ എനിക്ക് സന്തോഷമാണ്.